അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഓട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്, നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 15 പീസ് ബദാം ഒരു 30 മിനിറ്റ് ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം സമയം തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഇങ്ങനെ നമ്മൾ സോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ബദാമൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആപ്പിളാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റൈസിൻസ് ആണ്, അതായത് ഉണക്കമുന്തിരി. അപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇതിലോട്ട് പഞ്ചസാരയൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് 1 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് ഇനി ഓട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പാലൊക്കെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ഷേക്കിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കോരി കുടിക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രിങ്ക് പോലെ ആക്കി വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു 2 കപ്പൊക്കെ പാല് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തിക്കായിട്ടുള്ള ഈ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിത് സ്പൂൺ വെച്ചിട്ടൊക്കെ കോരി കഴിക്കാവുന്നേ ഉള്ളൂ. ഇനി അതല്ല കുറച്ചുകൂടി ലൂസായിട്ടാണ് നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ജ്യൂസൊക്കെ കഴിക്കുന്ന പോലെ അങ്ങ് കഴിക്കാനും പറ്റും. അപ്പോൾ ലൈറ്റായിട്ടുള്ളൊരു പുളിയും ചെറിയൊരു മധുരമൊക്കെ ഉള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ചൊരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്കിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം.